ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. കൊയിലാണ്ടിയിലെ ആനക്കലിയുടെ കാരണം അന്വേഷിച്ച് വനം വകുപ്പ്. വീഴ്ചയുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ഫോറസ്റ്റ് കൺസർവേറ്റർ. പ്രിലിമിനറി ആയിട്ടുള്ള ഒരു സർവേ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നടപടിക്ക് തന്നെ റെക്കമെൻഡ് ചെയ്ത് നമ്മൾ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതായിരിക്കും. ആന വിരണ്ടത് പടക്കം പൊട്ടിയതിനെ തുടർന്നെന്ന വാദം തള്ളി ഉത്സവ കമ്മിറ്റി. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അതിരപ്പിള്ളിയിൽ മുറിവേറ്റ ആനയ്ക്കുള്ള ചികിത്സ നൽകാൻ ദൌത്യം ഇന്ന് തുടങ്ങും. ആനയെ നിരീക്ഷിച്ച് ഡോക്ടർ അരുൺ സഖറിയും സംഘവും. ആനയ്ക്കായി കോടനാട്ട് പ്രത്യേക സംവിധാനം. മോദിയുമായുള്ള ചർച്ചയിലും നികുതി തീരുമാനങ്ങളിൽ ഇളവ് നൽകാതെ ട്രംപ്. വ്യാപാര ബന്ധം ഇരട്ടിയാക്കും. അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിൽ ട്രംപിന് മോദിയുടെ പിന്തുണ. തഹാവൂർ റാണയുടെ കൈമാറ്റം വേഗത്തിലാക്കും. പാലാ നഗരസഭയിൽ യുഡിഎഫിന്റെ അവിശ്വാസ പ്രമേയത്തിന് മുൻപ് നാടകീയ നീക്കങ്ങൾ. ചെയർമാനായ സ്വന്തം പാർട്ടി അംഗത്തെ പുറത്താക്കാൻ കേരള കോൺഗ്രസ് എം. ചെയർമാൻ ഷാജു തുരുത്തൻ രാജിവെച്ചില്ലെങ്കിൽ അവിശ്വാസത്തെ പിന്തുണയ്ക്കുമെന്ന് മുന്നറിയിപ്പ്. രാജിയില്ലെന്ന് ഷാജു തുരുത്തേൽ. കയർ ബോർഡിൽ ജോളി മധുവിന് തൊഴിൽ പീഡനം നേരിട്ടെന്ന് സഹപ്രവർത്തകരുടെ മൊഴി. കാര്യങ്ങൾ അറിയിച്ചത് കേന്ദ്ര അന്വേഷണ സമിതിക്ക് മുന്നിൽ. കുടുംബത്തിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. സിനിമാ തർക്കം തുടരുന്നു. ആന്റണി പെരുമ്പാവൂരിനെതിരെ സിയാദ് കോക്കറും ബി രാകേഷും. അഭിപ്രായം സംഘടനയ്ക്കുള്ളിൽ പറയണമെന്ന് നിർമ്മാതാക്കൾ. തിരുവനന്തപുരം കുറ്റിച്ചലിൽ +1 വിദ്യാർത്ഥി സ്കൂളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ. മരിച്ചത് കുറ്റിച്ചൽ VHSC വിദ്യാർത്ഥി എബ്രഹാം ബെൻസൺ. ഇന്നലെ മുതൽ കാണാനില്ലെന്ന് കുടുംബം. സ്കൂളിലെ ക്ലർക്കുമായി ഇന്നലെ വാക്കുതർക്കമുണ്ടായതായി വിവരം. ബ്രൂവറി വിഷയത്തിൽ CPM-ന് ഇന്ന് പരീക്ഷണ ദിവസം. എലപ്പുള്ളി പഞ്ചായത്തിലെ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ കോൺഗ്രസും BJP-യും പങ്കെടുക്കില്ല. പ്രമേയ അവതരണത്തിന് വേണ്ടത് 12 പേരുടെ പിന്തുണ. CPM-നുള്ളത് 8 പേർ മാത്രം. സർക്കാരിന്റെ പുതിയ മദ്യനയമുടൻ. നടപ്പുവർഷം നയമുണ്ടാവില്ല. ഡ്രൈ ഡേ ഒഴിവാക്കുന്നതുൾപ്പെടെ പരമാവധി ഇളവുകൾ വേണമെന്ന് എക്സൈസ് വകുപ്പ്. 19-നുള്ള LDF യോഗത്തിൽ കരട് അവതരിപ്പിക്കും. പാതിവില തട്ടിപ്പിൽ അനന്തുവിന്റെ ഓഫീസിൽ നിന്ന് നിർണായക രേഖകൾ പിടിച്ചെടുത്തു. അന്വേഷണ സംഘം കണ്ടെടുത്തത് പണം നൽകിയവരുടെ വിവരങ്ങൾ. ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെയും ഇടപാട് നടന്നു. കൂടുതൽ ഓഫീസുകളിൽ പരിശോധനയ്ക്ക് ക്രൈംബ്രാഞ്ച്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ആന ഇടഞ്ഞുണ്ടായ അപകടത്തിൽ പ്രാഥമിക റിപ്പോർട്ട് ഉച്ചയോടെ സമർപ്പിക്കും. നിയമലംഘനമുണ്ടെങ്കിൽ കർശന നടപടിക്ക് ശുപാർശ ചെയ്യുമെന്ന് ക്ഷേത്രത്തിൽ പരിശോധന നടത്തിയ സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ പറഞ്ഞു. നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചോ എന്ന് പരിശോധിക്കും. മരിച്ച 3 പേരുടെ പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും. ADM-ഉം കൂടി ഒന്നിച്ചിരുന്ന ഒരു 11 മണിയോടുകൂടി തന്നെ മന്ത്രിക്ക് ഒരു പ്രിലിമിനറി റിപ്പോർട്ട് നമ്മൾ സമർപ്പിക്കും. അതിന് പുറമെ ഫൈനൽ റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും സമർപ്പിക്കും. ഇപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിത് നോക്കിയിട്ടുണ്ട്. ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഒരു സർവേ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നടപടിക്ക് തന്നെ റെക്കമെൻഡ് ചെയ്ത് നമ്മൾ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പ്രിലിമിനറി റിപ്പോർട്ട് ഒരു 11:11 തന്നെ ADM-ഉം ഞാനും കൂടി മന്ത്രിക്ക് സമർപ്പിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ആ നിയമം ക്യാപ്റ്റീവ് എലിഫന്റ് മാനേജ്മെന്റ് റൂൾസും കൂടി വെച്ച് അതിനകത്ത് ഈ നിയമം എന്തെങ്കിലും ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി വെച്ച് നമ്മൾ റിപ്പോർട്ട് സമർപ്പിക്കും. എന്തായാലും വീഴ്ചയുണ്ടെങ്കിൽ കർശനമായ നടപടിക്ക് എന്തായാലും റെക്കമെൻഡ് ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കും. 2 ആനകളുണ്ടായിരുന്നു. ആനകളും ആളുകളും തമ്മിലൊക്കെ മതിയായ അകലം പാലിക്കണമെന്നുണ്ടല്ലോ. നമ്മളിപ്പോ പ്രിലിമിനറി സർവേയിലും സ്റ്റാഫിനോട് ചോദിച്ചപ്പോഴും ആ അകലം പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സ്റ്റാഫ് പറയുന്നത്. എന്തായാലും ഫൈനൽ റിപ്പോർട്ടും കൂടുതൽ വിശദമായിട്ടുള്ള പരിശോധനയും നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൊഴികളൊക്കെ എടുക്കുന്നുണ്ട്. ആൾക്കാരുടെ മൊഴികളൊക്കെ എടുത്തു. എല്ലാവരുടെയും മൊഴികൾ എടുത്തിട്ട് നമ്മളത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് ഫൈനൽ റിപ്പോർട്ട് വൈകുന്നേരം. മെഡിക്കൽ കോളേജിൽ നിന്ന് CV അനുമോദും ഈ ക്ഷേത്ര പരിസരത്ത് നിന്ന് MS അനീഷ് കുമാറും വിവരങ്ങളുമായി ചേർന്നു. അനുമോദ്, എപ്പോഴാണ് ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക? അവിടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ സ്ഥിതി എങ്ങനെയാണ്?
ശ്രീജ, ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് മുന്നോടിയായിട്ടുള്ള ഇൻക്വസ്റ്റ് നടപടികൾ ഇവിടെ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. 8:30 തന്നെ ഇൻക്വസ്റ്റിൻ്റെ നടപടികൾ തുടങ്ങിയിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ ഈ നടപടികൾക്ക് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ കാണുന്നത് ഇപ്പോൾ കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ ഇൻക്വസ്റ്റ് നടപടികൾക്കും മറ്റും ഈ മരിച്ചവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനൊക്കെ ആയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് കരുതുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 8 മണിക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്ന് പറഞ്ഞാലും അതിന് മുന്നോടിയായിട്ടുള്ള ഇൻക്വസ്റ്റ് നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം ഏതാണ്ട് 10 മണിയോടെ ആരംഭിക്കുകയുള്ളൂ എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ ഏറെ സമയമെടുത്ത് പൂർത്തീകരിക്കേണ്ടതാണ്. മൃതശരീരത്തിലെ മുറിവുകളും ചതവുകളും അതുപോലെ തന്നെ ഈ മരണത്തിന് കാരണമാകുന്ന ശരീരത്തിന് പുറമേയുള്ള എന്തെങ്കിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഇൻക്വസ്റ്റിലാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഈ ആന ഇടഞ്ഞുണ്ടായ അപകടത്തിൽ, ഈ ദുരന്തത്തിൽ അതിൽ എങ്ങനെയാണ് ഇവരുടെ മരണം സംഭവിച്ചതെന്നതിൻ്റെ ഒരു പ്രാഥമിക സൂചന ഇൻക്വസ്റ്റിൽ ലഭിക്കും. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ തിക്കിലും തിരക്കിലും പെടുകയും അതുപോലെ തന്നെ ഇടിഞ്ഞു വീണ കെട്ടിടത്തിനടിയിൽ പെടുകയും ചെയ്തു എന്നുള്ള തരത്തിലുള്ള മൊഴികളാണ് പരിസരവാസികളിൽ നിന്നുമൊക്കെ ലഭിച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ ആനയുടെ അക്രമത്തിന് ഇവർ നേരിട്ട് ഇരയായിട്ടുണ്ടോ എന്നുള്ളത് ഇൻക്വസ്റ്റിന് അതുപോലെ ശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ അറിയാൻ കഴിയുകയുള്ളൂ. ഉച്ചയാകും പോസ്റ്റ്മോർട്ടം നടപടികളും 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ ചികിത്സയിലുള്ള 12 പേരിൽ 2 പേരുടെ പരിക്ക് അല്പം സാരമുള്ളതാണ്. ഒരാളുടെ കാല് ഒടിഞ്ഞിട്ടുണ്ട്, മറ്റൊരാൾക്കും ഗുരുതരമായ പരിക്കുണ്ട്. മറ്റുള്ളവരുടെ ആരോഗ്യസ്ഥിതി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അവരൊക്കെ തന്നെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഉള്ളത്. ഏതെങ്കിലും വരും മണിക്കൂറുകളിൽ നമുക്ക് ഇന്നലെ ഉണ്ടായ ഈ ദുരന്തത്തിൽ അവരുടെ മരണത്തിലേക്ക് വഴിവെച്ച കാരണങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ചില സൂചനകൾ, വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെ വേണം കരുതുവാൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ഇവരുടെ ഇൻക്വസ്റ്റ് നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കൊയിലാണ്ടിൽ ആന ഇടഞ്ഞത് പടക്കം പൊട്ടിയാണെന്ന വാദം ആഘോഷ കമ്മിറ്റി തള്ളുകയാണ്. സാധാരണ രീതിയിലുള്ള പടക്കം മാത്രമാണ് പൊട്ടിച്ചത്. 100 മീറ്റർ അകലെ പടക്കം പൊട്ടിച്ചത് ആനയെ പ്രകോപിപ്പിക്കേണ്ട കാര്യമില്ല, ചട്ടങ്ങൾ പൂർണ്ണമായി പാലിച്ചായിരുന്നു എഴുന്നള്ളത്ത് എന്നാണ് പറയുന്നത്. അനീഷ്, ഇപ്പോൾ ഈ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം അവിടെ പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ ഉത്സവ കമ്മിറ്റിയുടെ വിശദീകരണം ആദ്യമായാണ് വരുന്നത്. ഈ അപകടം പിന്നെ എങ്ങനെ നടന്നു എന്നാണ് ഈ കമ്മിറ്റിക്കാർ പറയുന്നത്? അപകടവുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രാഥമികമായ പരിശോധനകൾ നടത്തി. ഈ ക്ഷേത്ര ഭാരവാഹികളുമായി ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്തു. ആനകൾ എഴുന്നള്ളിപ്പിനായി നിന്ന സ്ഥലം, ആനകളും ജനങ്ങളും തമ്മിലുള്ള വ്യത്യാസം, എവിടെയാണ് ഈ പടക്കം പൊട്ടിയതായി പറയപ്പെടുന്ന സ്ഥലം എന്നിവിടങ്ങളിലൊക്കെ അവർ പരിശോധന നടത്തി. പ്രാഥമികമായി ആനകളെ എഴുന്നള്ളിക്കുന്നതിനുള്ള അനുമതി ഈ ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് സെല്ലിൽ നിന്നും ഈ ഭാരവാഹികൾക്ക് ഉണ്ടായിരുന്നുവെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. എന്തെങ്കിലും വീഴ്ചകൾ അധികൃതരുടെ ഭാഗത്തുനിന്നും ഈ നാട്ടാന പരിപാലന ചട്ടവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ആന എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന വിശദമായ പരിശോധനകൾ നടത്തും. ഇതിന്റെ അടിസ്ഥാനത്തിലാവും നിർദ്ദേശങ്ങൾ നൽകുക എന്നും അവർ അറിയിച്ചിരിക്കുന്നു. എന്തായാലും വലിയ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ആ സമയത്ത് ഉടലെടുത്തിരുന്നത്. 2 ആനകളാണ് എഴുന്നള്ളിപ്പിനായി ഈ നടപ്പന്തൽ നിന്നത്. അതിനുശേഷമാണ് ഈ പടക്കം പൊട്ടലുകൾ ഒരു വശം നടക്കുന്നു. ഇതിൽ വലിയ സൗണ്ടോടുകൂടി, വലിയ ഒച്ചയോടുകൂടിയുള്ള ഒരു പടക്കം പൊട്ടൽ ഉണ്ടായപ്പോഴാണ് ഈ പീതാംബരൻ എന്ന ആന പ്രകോപിതനാവുകയും ഗൂഗിൾ എന്ന ആനയെ കുത്തുകയും ചെയ്തു. ഈ 2 ആനകൾ തമ്മിൽ പിന്നീട് പരസ്പരം കൊമ്പ് കോർക്കുകയും സമീപത്ത് തന്നെയുള്ള കെട്ടിടത്തിലേക്ക് ഈ ആനയുടെ നീക്കം ഉണ്ടാവുകയും ആ കെട്ടിടം ഇടിഞ്ഞു വീഴുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളും അല്ലെങ്കിൽ അതിന്റെ മുൻവശത്ത് നിന്ന ആളുകളാണ് മരണപ്പെട്ടവരിൽ ഏറിയ പങ്കും. അങ്ങനെയാണ് അപകടം നടന്നതെന്നാണ് വിശദീകരിക്കുന്നത്. വലിയൊരു ജനക്കൂട്ടം ഈ ക്ഷേത്ര പരിസരത്തുണ്ടായി. പക്ഷേ ആ ജനക്കൂട്ടം ഉള്ള ആ സ്ഥലത്തേക്ക് ആനകൾ പോകാതിരുന്നതിനാൽ വലിയൊരു അപകടം ഒഴിവാവുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്തായാലും രാവിലെ തന്നെ നാട്ടുകാരും ക്ഷേത്ര ഭാരവാഹികളടക്കമുള്ളവരും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ആനകൾ ഒരു തരത്തിലും പ്രകോപനം ഉണ്ടായിട്ടില്ല. ഈ പടക്കത്തിന്റെ സൗണ്ട് കേട്ടാൽ പടക്കം ഒരു 100 മീറ്റർ അപ്പുറത്താണ്. അത് പോയി നോക്കി അറിയാം. അത് സാധാരണ മാലപ്പടക്കമാണ്, സാധാരണ മാലപ്പടക്കം. അല്ലാതെ നമ്മൾ ഈ ഗുണ്ടും കുഴിമിങ്ങി എന്നുള്ള അമിട്ടൊന്നുള്ള സാധനമില്ല. സാധാരണ വരവിനോടനുസരിച്ച് സാധാരണ അത് 100 മീറ്റർ അപ്പുറത്താണ് പൊട്ടുന്നത്. ഈ സമയത്ത് 2 ആനേനെ മാത്രമാണ് നമ്മൾ തടമ്പ് കയറ്റിയിട്ടുള്ളൂ. നമ്മൾ 6 ആന വരെ ഇവിടെ എഴുന്നള്ളിച്ച സമയമാണ്. പക്ഷേ ഇപ്പോൾ കോടതിന്റെ ഒക്കെ ഒരു പ്രത്യേക ഒരു നിർദ്ദേശ കാരണത്തിൽ വെറും 2 ആനേനെ മാത്രമാണ് നമ്മൾ എഴുന്നള്ളിക്കുന്നത്. 2 തടമ്പ് കയറ്റുന്നതുകൊണ്ടാണ് 2 ആന വയ്ക്കുന്നത്. അപ്പോൾ ഈ 2 ആനയെ കയറ്റി മുമ്പിലുണ്ടായിരുന്ന ഗൂഗിൾ എന്ന് പറഞ്ഞ ആനയാണ്. തടമ്പ് കയറ്റി കഴിഞ്ഞാൽ ക്ഷേത്രം ഒന്ന് വലം വെച്ചിട്ടാണ് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഒരു മഹാക്ഷേത്രമുണ്ട്, അവിടെ നിന്നാണ് താലപ്പൊലി എഴുന്നള്ളിച്ച് വരുന്നത്.
അപ്പോൾ മുമ്പിലുണ്ടായിരുന്നത് ഗോകുലം എന്ന ആനയായിരുന്നു ഉണ്ടായിരുന്നത്. പുറകിലാണ് ഈ പീതാംബരം ആന ഉള്ളത്. അപ്പോൾ ഒരു വലം വെക്കുന്ന സമയത്ത് ഇവിടെ വെച്ചിട്ടാണ് ഈ ആന എന്ത് ചെയ്യുന്നത്, ഈ ഗോകുലം എന്ന ആനയെ കുത്തുന്നത്. അപ്പോൾ ഇത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ആന തിരിഞ്ഞപ്പോൾ ആനകൾ നമ്മൾ കൊമ്പ് കോർത്തു. ആനകൾ കൊമ്പ് കോർത്ത് ആനയുടെ ശക്തി എന്താ വെച്ചാൽ ഈ ക്ഷേത്രത്തിന്റെ അടുത്തേക്ക്, ഈ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് വന്നു. ഇവിടെ ഈ തിണ്ണയുണ്ടല്ലോ, തിണ്ണയിൽ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് അവർ ഇരുന്നാണ് ഉത്സവം കാണാറ്. അപ്പോൾ ഈ രണ്ടാനയുടെ വെയിറ്റ് കംപ്ലീറ്റ് ഈ ബിൽഡിങ്ങിലേക്ക് വരികയാണ് അവിടെ ഒരു കൊമ്പ് കോർക്കുമ്പോൾ. അപ്പോൾ ആ സമയത്താണ് ഈ ബിൽഡിംഗ് മറിഞ്ഞു വീഴുന്നത്. അപ്പോൾ ഇതിലാണ് ഇവർ ഈ അപകടം പറ്റി ഇപ്പോൾ മരണപ്പെട്ട ആളുകൾ അതിലാണ് പെടുന്നത്. പിന്നീടാണ് ആളുകളൊക്കെ ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ള പരക്കം പാച്ചിലും ഒക്കെ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള തിക്കും തിരക്കിലൊക്കെയാണ് പിന്നെ കുറച്ച് ഓടൊക്കെ പൊട്ടി വീണിട്ടാണ് പിന്നെയാണ് ആളുകൾക്ക് പരിക്കുണ്ടാകുന്നത്. നമ്മളെല്ലാവിധ സുരക്ഷയും ഇവിടെ മാനദണ്ഡം പാലിച്ചിട്ടാണ് നടത്തുന്നത്. കാരണം കോടതി നിർദ്ദേശപ്രകാരം തന്നെ നമ്മൾ 2 ആനയെ വെച്ചിട്ടുള്ളൂ. മറ്റുള്ള ആനകളൊക്കെ നമ്മൾ 4 ആനയ്ക്ക് വരെയുള്ള പെർമിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 ആനയെ ആ സമയത്ത് നമുക്ക് ഇവിടെ ഉള്ളൂ. പിന്നെ തമ്മിലുള്ള അകലമൊക്കെ കൃത്യമാണ്. കാരണം നമുക്ക് ഇതിന്റെ ഒരു മുറ്റത്തിന്റെ സ്പേസ് കണ്ടറിയാലോ. ഇത് കിഴക്കേ നാടാന്നാ പറയുക. ഇതിന്റെ ഒരു വലിയ സ്പേസ് കണ്ടാൽ ശരിക്കും നമുക്ക് 6 ആനയെ വരെ എഴുന്നള്ളിച്ച സ്ഥലമാണ്. അവിടെ 2 ആനയെ നമ്മൾ വെച്ചിട്ടുള്ളൂ. മാത്രമല്ല ഇത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനയായതുകൊണ്ട് തന്നെ ഫുൾ ഫിറ്റ്നസ് ഉള്ള ആനയാണ് നമ്മൾ വാങ്ങിയത്. ഉത്സവം നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. എല്ലാവിധ മുൻകരുതലും നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. ചുരുക്കം ചില ആളുകൾ നമുക്കെതിരെ ആരോപിക്കുന്നുണ്ട് അങ്ങനെ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷേ റെക്കോർഡ് പരിശോധിച്ചാൽ അറിയാം എല്ലാ മാനദണ്ഡവും കോടതിയുടെ നിർദ്ദേശമൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഉത്സവം നടത്തിയിട്ടുണ്ട്. ശരിക്കും ആനകൾ തമ്മിൽ കൊമ്പ് കോർത്തപ്പോൾ ആ കെട്ടിടത്തിലേക്ക് വീണതാണ്. ഈ ആനകൾ കൊമ്പ് കോർത്തപ്പം പിന്നീട് ഈ കൊമ്പ് വലിയ 2 ആനകളാണ്, ദേവസ്വത്തിന്റെ വലിയ 2 ആനകളാണ്, 2 കൊമ്പന്മാരാണ്. അപ്പോൾ അവർ ഇവിടുന്നേക്ക് വന്നു ഈ ഭാഗത്തേക്കായി. അപ്പോൾ ഈ ബിൽഡിങ്ങിനേക്കായി ഫുൾ ഇവരുടെ വെയിറ്റ് വരുന്നത്. അങ്ങനെയാണ് ഇത് മറിഞ്ഞു വീഴുന്നത്. എന്തായിരിക്കും പെട്ടെന്ന് ഈ ആദ്യ ആനയ്ക്കുണ്ടായ പ്രകോപനമാണോ? ഈ പടക്കമുട്ടികൾ വലിയ ശബ്ദത്തിലായിരുന്നില്ല നിങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണുകയും ചെയ്യാം. പടക്കത്തിന്റെ ഒരു അകമ്പടി ഉണ്ട് ആനകൾ വരുമ്പോൾ. ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, വളരെ വളരെ നൈസായിട്ട് നിങ്ങൾ കേൾക്കാം. ശബ്ദം ആ സമയത്ത് ഉണ്ടായിരുന്ന ദൃശ്യങ്ങൾ കാണാം. ഇവിടെയോ ഒരു ചെറിയൊരു ശബ്ദം കേൾക്കുന്നുള്ളൂ. അതേസമയം നമ്മൾ മടക്കം പൊട്ടൽ ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ട് വലിയ കരിമരുന്ന് പ്രയോഗം നടക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു 10:30 മണിക്ക് ആകുമ്പോഴത്തേക്ക് വളം കൂടി 10:30 മണിക്ക് വളം കൂടി പക്ഷേ ഒരു 11 മണിയാകുമ്പോൾ ആനകളൊക്കെ പോയി അവരെ തളയ്ക്കേണ്ടാവുന്നതിന്റെ കാലിപ്പറമ്പുണ്ട്. ആ തുറസായ പറമ്പിൽ ആനകളെ തളച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് വെടിക്കെട്ട് ഉണ്ടാവാറ്. അത് വലിയ വെടിക്കെട്ടാണ്. കാരണം വെടിക്കെട്ട് കാണാൻ തന്നെ പല ദൂരഭാഗത്തുനിന്ന് ആളുകൾ വരാറുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മൾ ആനയൊക്കെ മൊത്തം ചെയ്യും നമ്മൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിട്ട് ചെയ്യാറുള്ളത്. ഇത് ആ വെടിക്കെട്ടാണ് പ്രകോപനം എന്ന്. എന്തായിരിക്കും പിന്നെ ഈ പീതാംബരൻ എന്ന ആന പെട്ടെന്ന് ഇതായതാണോ? പീതാംബരൻ എന്ന ആന ഒരു ഗോകുലിനെ കുത്തുകയാണ് ചെയ്തത്. അത് എന്താണ് ആനയ്ക്കുണ്ടാകുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന വയലൻസ് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷെ പാപ്പന്മാരൊക്കെ പാപ്പന്മാരെ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട്. ആന കൃത്യമായിട്ട് അകലം നമുക്ക് ആ വീഡിയോ കണ്ടറിയാം. അപ്പം പെട്ടെന്നൊരു ഗുണ്ട് പൊട്ടിച്ചൊന്നും അല്ല, അങ്ങനെ ഒരു സാധനം പൊട്ടിയിട്ടില്ല. അവിടെ നിങ്ങൾക്ക് പരിശോധിച്ചറിയാം. സാധനം ഗുണ്ട് പൊട്ടുന്ന ഒരു പ്രദേശം കണ്ടാൽ നമുക്കറിയാലോ. സാധാ മാലപ്പടക്കം, അതായത് വരവിനോടനുബന്ധിച്ച് ചില കോർണറിലെത്തുമ്പോൾ ഒരു മാലപ്പടക്കം പൊട്ടിക്കുക, നാട്ടുകാരൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടി പൊട്ടിക്കും. അങ്ങനെയുള്ളൊരു മാലപ്പടക്കം മാത്രമാണ്. അതിന്റെ ശബ്ദം നിങ്ങൾക്ക് റെക്കോർഡിൽ കൃത്യമാണ്. കാരണം ക്ഷേത്രത്തിന്റെ അടുത്താണ്, ഒരു 100 മീറ്റർ അപ്പുറത്താണ് വെടിക്കെട്ട് നടക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾ റെക്കോർഡ് കൃത്യമായിട്ട് കിട്ടുന്നതാണ്. പക്ഷെ നമുക്ക് വളരെ ഒരു ചെറിയ ശബ്ദം നമുക്ക് കേൾക്കാനുള്ളൂ. അതാണ് കാരണം എന്ന് പറയുന്നത്. 100 മീറ്റർ അപ്പുറത്താണ്, നല്ല കൃത്യമായിട്ട് അകലത്. ഇവിടെ ഒരു ഏതാണ്ട് 3/4 ഏക്കർ വലിപ്പമുള്ള ഒരു വലിയ കുളമുണ്ട്. ഈ കുളത്തും കഴിഞ്ഞുള്ള തൊട്ടപ്പുറത്തെ പറമ്പിൽ വെച്ചിട്ടാണ് ആ പറമ്പും കഴിഞ്ഞ് വെടിക്കെട്ട് പൊട്ടുന്നത്. അപ്പൊ ആ ഒരു ശബ്ദമാണ് എന്ന് പറയുന്നതിൽ ആനയ്ക്കുണ്ടായ അതാണ്. ആനയുടെ ഫിറ്റ്നസിനെയാണ് പരിശോധിക്കുന്നത്. പക്ഷെ നമുക്ക് ഫിറ്റ്നസ് ഉള്ള ആനയാണ് കിട്ടിയത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനയാണ്. എല്ലാ ഫിറ്റ്നസും വെച്ചാണ് നമുക്ക് ആനയെ കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അതൊന്നുകൂടി പരിശോധിക്കണം. അതെങ്ങനെയാണ് ഇവർ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അതായത് നമുക്ക് നാട്ടിൽ വലിയ ദുരന്തമായി പോയത്. കാരണം ഇവിടെ അത്രയും എല്ലാവരും ഒത്തുകൂടി, എല്ലാ മതസ്ഥരും ഒത്തുകൂടി നടത്തുന്ന ഒരു ഉത്സവമാണിത്. ഈ പ്രദേശത്തിന്റെ ഒരു വലിയ ദേശീയ ഉത്സവമാണ്. പക്ഷെ അത് വല്ലാത്ത ഒരു തീരാ ദുഃഖത്തിലായിപ്പോയി ഞങ്ങൾ. എന്തായാലും ഈ പടക്കം പൊട്ടിയാണ് ആന പ്രകോപിതനായ എന്ന വാദത്തെ ക്ഷേത്ര ഭാരവാഹികൾ തള്ളുകയാണ്. ആനയ്ക്ക് പെട്ടെന്നുണ്ടായ എന്തെങ്കിലും മാറ്റമാവാം ഈ അപകടത്തിന് കാരണം. സാധാരണ രീതിയിലുള്ള മാലപ്പടക്കം മാത്രമാണ് പൊട്ടിച്ചതെന്നും അവർ പറയുന്നു. എന്തായാലും ആനയുടെ ഫിറ്റ്നസിനെ കുറിച്ച്, അല്ലെങ്കിൽ ആന ഇത് തരത്തിലാണ് പ്രകോപിതനായതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നും കൃത്യമായ ഫിറ്റ്നസ് ഒക്കെ ഉള്ള ഒരു ആനയാണ് എഴുന്നള്ളിച്ചതെന്നും ഭാരവാഹികൾ പറയുന്നു. എന്തായാലും വനംവകുപ്പ് അന്വേഷണം നടത്തുന്നുണ്ട്. അതിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് തന്നെ സമർപ്പിക്കും. കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ റിപ്പോർട്ട് തേടിയതായി മന്ത്രി AK ശശീന്ദ്രൻ. ഇന്ന് ഉച്ചയോടെ റിപ്പോർട്ട് ലഭിക്കും. നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. വെടിക്കെട്ടിന്റെ ശബ്ദം കേട്ട ആനകൾ വിരണ്ടു എന്നാണ് പ്രാഥമിക നിഗമനം. വീഴ്ചയുണ്ടായി എന്ന് കണ്ടെത്തിയാൽ നടപടിയുണ്ടാവുമെന്നും മന്ത്രി പറഞ്ഞു. വനംവകുപ്പിന്റെ നോർത്തേൺ സർക്കിൾ സോഷ്യൽ ഫോറസ്ട്രി ചീഫ് കീർത്തിയും കോഴിക്കോട് ജില്ലാ കളക്ടറുടെ പ്രതിനിധിയായ ADM കോഴിക്കോട് റൂറൽ SP യുമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി.
അവരോട് അടിയന്തരമായും പരിശോധിച്ച് കൂടിയാലോചനയുടെ ഒരു കൃത്യമായ ഒരു റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് 10 മണിയോടുകൂടിയാണ്. തിരുവനന്തപുരം കാട്ടാക്കട കുറ്റിച്ചലിൽ വിദ്യാർത്ഥി സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ കുറ്റിച്ചൽ VHSSലെ വിദ്യാർത്ഥിയായ ബെൻസൺ എബ്രഹാമിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആര്യനാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം സ്കൂളിൽ ക്ലർക്കുമായി തർക്കമുണ്ടായതായും തുടർന്ന് അധ്യാപകരും വീട്ടുകാരും കുട്ടിയെ ശകാരിച്ചു എന്നുമാണ് വിവരം. ഇതിൽ വിഷമിച്ച് രാത്രി ബെൻസൺ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. രാവിലെ 5 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് നമ്മൾ എപ്പോഴും പറയുമ്പോഴും ഇത്തരത്തിൽ ഒരു അപകടത്തെക്കുറിച്ച് കൂടി റിപ്പോർട്ട് ചെയ്യേണ്ടത് ദുഃഖകരമാണ്. എന്താണ് സംഭവിച്ചതെന്നാണ് പോലീസും കുടുംബവും ഒക്കെ പറയുന്നത്? ശ്രീജ, കുറ്റിച്ചൽ എരുമക്കുഴി സ്വദേശി ബെൻസൺ എബ്രഹാമിനെയാണ് ഈ സ്കൂളിലെ സ്റ്റെയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ക്ലാസ്സിലേക്ക് കയറുന്ന വഴിയിലുള്ള സ്റ്റെയറാണ്. കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു. അതിനുശേഷം കണ്ടെത്തിയിരുന്നില്ല. തുടർന്നാണ് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് നടന്ന പരിശോധനയിലാണ് ഇങ്ങനെ തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തുന്നത്. സ്കൂളിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ജീവനക്കാരുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ തർക്കമുണ്ടായിരുന്നു എന്നത് വ്യക്തമല്ല. ഏതായിരുന്നാലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ ശകാരം കേട്ടിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ മൃതദേഹം കാണപ്പെടുമ്പോൾ ഈ കാല് മുട്ട് ഏതാണ്ട് നിലത്ത് ഊന്നി നിൽക്കുന്ന ഒരു നിലയിലാണ്. ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഈ മരണം എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. കാട്ടാക്കട DYSPയുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശ്രീജ, അത്യന്തം ദുഃഖകരമായൊരു വാർത്തയാണ്. വിദ്യാർത്ഥി സ്കൂളിൽ മരിച്ച നിലയിൽ വിദ്യാർത്ഥിയെ കണ്ടെത്തുകയായിരുന്നു. ഇന്നലെ സ്കൂളിൽ ക്ലർക്കുമായൊരു തർക്കമുണ്ടായി. അതേ തുടർന്ന് ഒരു ശകാരമൊക്കെ ഉണ്ടായി. ഇതിനുശേഷം കുട്ടിയെ കാണാതാവുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് കുട്ടിയെ സ്കൂളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ എപ്പോഴും പറയുന്നുണ്ട്, നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഈ കുട്ടിയുടെ സ്കൂളും വീടും തമ്മിൽ എത്ര ദൂരമുണ്ട്? ഈ പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ കുട്ടിയെ വൈകിട്ട് കാണാതായതിനു ശേഷം ഈ സ്കൂളിലേക്ക് ഒരു അന്വേഷണം പോയില്ലേ? ഇപ്പോൾ ഈ പ്രാഥമികമായ ഒരു അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ജനപ്രതിനിധികളടക്കം, പ്രാദേശിക ജനപ്രതിനിധികളടക്കം ഇക്കാര്യത്തിൽ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പോലീസിന്റെ പരിശോധന നടക്കുന്നുണ്ട്. വീട്ടുകാർ ഇത് സംബന്ധിച്ച് കുട്ടിയെ കാണാനില്ല എന്നത് സംബന്ധിച്ച് പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം ഉണ്ടാവുകയും ചെയ്തത്. കുറ്റിച്ചൽ സ്കൂളിലാണ്. കുറ്റിച്ചലിലെ തന്നെ വിദ്യാർത്ഥിയാണ്. കുറ്റിച്ചൽ എരുമക്കുഴി സ്വദേശിയാണ് ബെൻസൺ എബ്രഹാം. ഈ ഇങ്ങനെ പരിശോധന നടത്തുമ്പോൾ സ്കൂളിന്റെ ക്ലാസ് മുറിയോട് ചേർന്ന് പടിക്കെട്ടുണ്ട്. ആ പടിക്കെട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അത് തൂങ്ങി മരിച്ച നിലയിലാണ്. കഴുത്തിൽ കുരുക്ക് മുറുക്കി തൂങ്ങി മരിച്ച നിലയിലാണ്. പക്ഷേ ഈ അതിലൊരു അസ്വാഭാവികത പ്രാഥമികമായി തോന്നുന്നത് പോലീസിന്റെ പരിശോധനകൾ ഇനി പൂർത്തിയാകേണ്ടതുണ്ട്. മുട്ട് ഏതാണ്ട് നിലത്ത് തട്ടുന്ന തരത്തിൽ മൃതദേഹം കാണപ്പെടുന്നു എന്നതാണ്. പക്ഷേ അങ്ങനെ സംഭവിക്കാറുണ്ട് എന്ന് നേരത്തെ തന്നെ പല കേസുകളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും ഇതിലെന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ആത്മഹത്യയാണോ, കാരണം ഈ സ്കൂളിലെ പ്രശ്നം കാരണം അതിൽ മാനസിക പ്രയാസം ഉണ്ടായി അങ്ങനെ ജീവനെടുക്കാൻ തീരുമാനിച്ചതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ശ്രീജ, ഈ കുട്ടിയെ പറ്റി എന്താണ് മറ്റ് വിദ്യാർത്ഥികളും നാട്ടുകാരും ഒക്കെ പറയുന്നത്? ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് അത്രയേറെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കുട്ടിയാണോ? എന്താണ് ബെൻസനെ പറ്റി ബാക്കിയുള്ളവർ പറയുന്നത്? മറ്റ് സ്കൂളുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായ വിവരം ഇല്ല. സ്കൂൾ അധികൃതർ ഇതിൽ ഒരു വിശദീകരണം നൽകണം. അല്ലെങ്കിൽ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും നേരത്തെയും അങ്ങനെ മോശം പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ കുട്ടിയെ തിരുത്താൻ, അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുട്ടിയെ തിരുത്താനുള്ള ഒരു ശ്രമം ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ ചില പ്രശ്നങ്ങൾ സ്കൂളിൽ ഉണ്ടായി എന്നത് വരുന്നുണ്ട്. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി വിനോദ്, അടുത്ത ബുള്ളറ്റിൻ ആവുമ്പോഴത്തേക്കും വരും മണിക്കൂറുകളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അതിൻ്റെ ലഭിക്കുമെന്ന് വിചാരിക്കാം. ഗവൺമെൻറ് VHSS പരുത്തിപ്പള്ളിയിലെ വിദ്യാർത്ഥിയായ ബെൻസൺ ആണ് സ്കൂളിൽ മരിച്ച നിലയിൽ കണ്ടത്. പോലീസ് വിശദമായി ഇതേക്കുറിച്ച് അന്വേഷിച്ചു വരികയാണ്. മറ്റു വാർത്തകൾ നോക്കാം. തട്ടിപ്പിൻ്റെ ചുരുളുകൾ അഴിയുന്നു.
പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തു കൃഷ്ണന്റെ കടവന്ത്ര ഓഫീസിൽ നിന്നും ഇടപാടുകാരുടെ രേഖകൾ പിടിച്ചെടുത്തു. അനന്തു കൃഷ്ണന് പണം നൽകിയവരുടെ വിവരങ്ങളാണ് കണ്ടെടുത്തത്. ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ട് വഴി പണ ഇടപാടുകൾ നടന്നതായും കണ്ടെത്തലുണ്ട്. കൂടുതൽ ഓഫീസുകളിൽ പരിശോധന തുടരും. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഇയാൾക്ക് തന്നെ ഒരുപാട് അക്കൗണ്ടുകളുണ്ട്. ആ അക്കൗണ്ടുകൾ മുഴുവൻ കൈകാര്യം ചെയ്തിരുന്നത് അനന്തുവാണ്. ഇതിനു പുറമെ ജീവനക്കാരുടെ അക്കൗണ്ട് വഴിയും ട്രാൻസാക്ഷൻസ് നടന്നു എന്നാണോ ഈ പരിശോധനയിൽ മനസ്സിലാവുന്നത്? ശ്രീജ, അങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. കാരണം ഇയാളുടെ അക്കൗണ്ടുകൾ അതിലൂടെ പണം കൈമാറ്റം ചെയ്യപ്പെടുക, അതിൻ്റെ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കുക, അതിനുശേഷം ഇയാൾ ഈ തട്ടിപ്പ് ഒരുപക്ഷെ പുറത്തേക്ക് കൂടുതലായിട്ട് വരാനുള്ളൊരു സാഹചര്യവും കാര്യങ്ങളും എല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ പണം ഇത്രത്തോളം അളവ് കൈകാര്യം ചെയ്യുന്നു എന്നതെല്ലാം തന്നെ ഇയാൾക്ക് ബോധ്യപ്പെട്ട് കാണും. മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിരീക്ഷണത്തിലേക്ക് വരുന്നു എന്നൊരു തോന്നലിലായിരിക്കാം ഈ തൻ്റെ ജീവനക്കാരുടെ അക്കൗണ്ടുകൾ കൂടി അതിൽ അയാൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നതാണ് ക്രൈംബ്രാഞ്ച് അനുമാനിക്കുന്നത്. അങ്ങനെ ജീവനക്കാരുടെ വിശദാംശങ്ങൾ ശേഖരിക്കുകയും അവരുടെ ബാങ്ക് ഇടപാടുകളെല്ലാം തന്നെ പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് ഇയാൾ അവരുടെ അക്കൗണ്ടുകളും ഉപയോഗിച്ചു. അതിലൂടെ ഈ പണം കൈമാറ്റമടക്കമുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് എന്ന് ക്രൈംബ്രാഞ്ചിന് ബോധ്യമാകും. നമ്മളിത് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഈ മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തട്ടിപ്പ് കേസ് ഉണ്ടായപ്പോഴൊക്കെ അതിൽ അയാളുടെ ജീവനക്കാരുടെയും മറ്റുള്ളവരെ എല്ലാം തന്നെ അക്കൗണ്ടുകൾ സമാനമായ രീതിയിൽ ഇയാൾ ഉപയോഗിച്ചതായിട്ട് അന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തതാണ്. ആ രീതിയിൽ തന്നെയാണ് ഇത് ഇവിടെയും നോക്കിയിരിക്കുന്നതെന്നാണ് ക്രൈംബ്രാഞ്ച് അനുമാനിക്കുന്നത്. ഇങ്ങനെ വിവിധ ജീവനക്കാരുടെ അക്കൗണ്ടുകൾ ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസം സോഷ്യൽ ബി വെഞ്ചേഴ്സിലാണ് പരിശോധനകൾ ഇക്കാര്യത്തിൽ നടന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ പരിശോധന കൂടിയായിരുന്നു. ഈ സോഷ്യൽ ബി വെഞ്ചേഴ്സിൽ ഇന്നലെ മണിക്കൂറുകൾ നീണ്ട പരിശോധനകൾ പനമ്പള്ളി നഗറിലെ ഓഫീസിൽ നടന്നിരുന്നു. ഇവിടെ നിന്ന് ചില രേഖകളും ഹാർഡ് ഡിസ്കുകളും എല്ലാം തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ പരിശോധനകൾക്ക് വേണ്ടി. ഇത്തരം പരിശോധനകളുടെ ഇടയിൽ തന്നെയാണ് ജീവനക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും അവരുടെ ബാങ്ക് ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. അപ്പോൾ ഇവർക്ക് നൽകുന്ന തുകയേക്കാൾ ശമ്പളത്തേക്കാൾ കൂടുതൽ തുക പല തുകകളും ഇതിലൂടെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവർ ഇതിനെ നൽകിയിരിക്കുന്നൊരു വിശദീകരണം അത് അനന്തകൃഷ്ണന് വേണ്ടിയാണ്, അയാൾക്ക് വേണ്ടിയാണ് ചില ഇടപാടുകൾക്ക് തങ്ങൾ ചെയ്യേണ്ടി വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ജീവനക്കാരുടെ അക്കൗണ്ടുകൾ കൂടി ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് തട്ടിപ്പിനെ മറയാക്കിക്കൊണ്ട് അവരെ കൂടി ഇതിലേക്ക് വരുത്തിക്കൊണ്ട് അവരുടെ ബാങ്ക് ഇടപാടുകൾ കൂടി ഇയാൾക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടിയാണ് ഇതിൽ നിന്ന് ബോധ്യമാവുന്നത്. അങ്ങനെയെങ്കിൽ മറ്റ് പല കാര്യങ്ങൾ കൂടി ഇയാൾക്ക് പല ഓഫീസുകളുണ്ട്. ഇപ്പോൾ നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്നൊരു സ്ഥാപനം രൂപീകരിക്കുകയും അതിൻ്റെ ഉപകമ്പനിയായി ഇപ്പോൾ ഈ സോഷ്യൽ ബി വെഞ്ചേഴ്സിനെ മാറ്റിയെടുക്കുകയും ഇതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് പ്രൊഫഷണൽ സർവീസ് എഞ്ചിനീയേഴ്സ് എന്ന ഒരു സ്ഥാപനം കൂടി വരികയും ചെയ്യുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ക്രോഡീകരിക്കുന്നത് ഇയാൾ തന്നെയായിരുന്നെങ്കിൽ ഇവരെ പല ജീവനക്കാരുടെയും അക്കൗണ്ടുകൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടിയാണ് അന്വേഷണം വരുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടി വിശദമായിട്ട് പരിശോധിച്ച് മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം കൂടുതൽ പരാതികൾ പലയിടങ്ങളിലായി വരുന്നുണ്ട്. ഇന്നിപ്പോൾ പറവൂർ മേഖലയിൽ അവിടെ വന്നിട്ടുകൊണ്ടുന്ന പരാതിയിൽ അവരൊരു കൂട്ടായ്മ ഇന്നും നടക്കുന്നുണ്ട്. ഏതാണ്ട് 10 ദിവസം മുൻപ് അവിടെ അത്തരമൊരു രീതിയിൽ കൂട്ടായ്മകളും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുകയും ചെയ്തിരുന്നു. അവർക്ക് അന്ന് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി അവർ ചില ഉറപ്പുകൾ നൽകിയിരുന്നു. നിങ്ങളുടെ പണത്തിന് ഞങ്ങളൊരു തീരുമാനമുണ്ടാക്കാമെന്നൊരു കാര്യങ്ങൾ ഉറപ്പുകൾ നൽകിയിരുന്നു. അത് ഈ അനന്തകൃഷ്ണൻ്റെ ചതിയിൽ അവിടെയുള്ള ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയും പെട്ടുപോയതാണ്. അവർ നൽകിയ വിശദീകരണവും അതാണ്, ഞങ്ങൾ ഇത് അറിയാതെ അതിൽ വീണതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജനം അവിടെ വന്നിരിക്കുന്ന ആളുകൾ ഈ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിക്കാണ് പണം നൽകിയത്. അപ്പോൾ അവർ ചില ഉറപ്പുകൾ നൽകിയിരുന്നു. തങ്ങൾക്ക് പണം നൽകാവുന്ന ഒരു തീയതിയും കാര്യങ്ങളും ഇത് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് അവിടെ പണം മുടക്കിയവരൊരു കൂട്ടായ്മ ഇന്ന് നടക്കുന്നുണ്ട്. ഏതാണ്ട് 1000-ഓളം പരാതികൾ പറവൂർ മേഖലയിൽ നിന്ന് മാത്രമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പരാതികൾ ഇതെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്ത് തീർപ്പാക്കാൻ കഴിയുമെന്നത് സംബന്ധിച്ച് ആർക്കും ഒരു വ്യക്തതയുമില്ല. എന്തായാലും ആശങ്കയിലാണ് ഇതിൽ പണം നൽകിയ എല്ലാവരും. ആർക്കും ഒരു ഉറപ്പും നൽകാനില്ലാത്തൊരവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഒപ്പം അന്വേഷണം ഒരു ഭാഗത്തൂടെ മുന്നോട്ട് പോകുന്നു. ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന ഇന്നും മറ്റു ഓഫീസുകളിൽ നടക്കുന്നുണ്ട്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. മോദി ട്രംപ്
സർക്കാരിന്റെ പുതിയ മദ്യനയം ഉടൻ. നടപ്പുവർഷം ഒഴിവാക്കി അടുത്ത സാമ്പത്തിക വർഷത്തേക്കാണ് മദ്യനയം പ്രഖ്യാപിക്കുക. ഡ്രൈ ഡേ ഒഴിവാക്കുന്നത് ഉൾപ്പെടെ പരമാവധി ഇളവുകൾ വേണമെന്ന അഭിപ്രായമാണ് എക്സൈസ് വകുപ്പിന്. രാഷ്ട്രീയ അനുമതി ലഭിച്ചാൽ പ്രഖ്യാപനം ഉടനുണ്ടാകും. ബ്രുവറി വിവാദം ചൂടുപിടിക്കുന്നതിനിടെയാണ് പുതിയ മദ്യനയം പ്രഖ്യാപിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. എല്ലാ സാമ്പത്തിക വർഷത്തിന്റെ ആരംഭത്തിലും ആ വർഷത്തേക്കുള്ള നയം പ്രഖ്യാപിക്കുന്നതാണ് പതിവ്. എന്നാൽ ഈ മാർച്ച് 31 അവസാനിക്കുന്ന വർഷത്തേക്കുള്ള നയം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഈ വർഷം ഒഴിവാക്കി അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള എക്സൈസ് നയം പ്രഖ്യാപിക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മദ്യനയത്തിന്റെ കരട് തയ്യാറാണ്. മദ്യനയം ഇനി ഒട്ടും കാലതാമസം ഉണ്ടാവില്ല. മിക്കവാറും ഈ മാസം വരും. അല്ല, ഇനിയിപ്പോൾ ഒരു വർഷത്തിന്റെ കാര്യമില്ലല്ലോ, ഒരു വർഷം കഴിയാറായില്ലേ. എക്സൈസ് വകുപ്പിൽ എല്ലാം റെഡിയാണ്. ഇനി വേണ്ടത് രാഷ്ട്രീയ അനുമതി. CPM-ന്റെയും ഇടതുമുന്നണിയുടെയും അനുമതി ലഭിച്ചാൽ വൈകാതെ മദ്യനയം പ്രഖ്യാപിക്കും. 19 ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ നയം അവതരിപ്പിച്ചേക്കും. പരമാവധി ഇളവുകൾ നൽകി പുതിയ കാലത്തിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങൾ നയത്തിൽ ഉൾപ്പെടുത്തണമെന്ന അഭിപ്രായമാണ് എക്സൈസ് വകുപ്പിന്. അതിനനുസരിച്ചുള്ള നയമാണ് തയ്യാറാക്കിയതെന്നാണ് സൂചന. 1-ാം തീയതിയിലെ ഡ്രൈ ഡേ അശാസ്ത്രീയമെന്ന വിലയിരുത്തൽ നേരത്തെ വകുപ്പിനുണ്ട്. അതൊഴിവാക്കിയാലുണ്ടാകുന്ന സാമൂഹിക രാഷ്ട്രീയ വിമർശനങ്ങളാണ് വകുപ്പിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. IT പാർക്കുകളിൽ മദ്യശാലകൾ അനുവദിക്കാൻ നേരത്തെ തന്നെ മദ്യനയം അനുമതി നൽകിയിട്ടുണ്ട്. അതിനുള്ള ചട്ടങ്ങളും തയ്യാറാണ്. പാർക്കുകളിലെ മദ്യശാല നടത്തിപ്പ് ആർക്കു നൽകണമെന്ന കാര്യത്തിലായിരുന്നു തർക്കം. ബാർ നടത്തി പരിചയമുള്ള ബാർ ഉടമകൾക്ക് തന്നെ ഇവിടെയും ലൈസൻസ് നൽകണമെന്ന നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വച്ചത്. എന്നാൽ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയിൽ പ്രതിപക്ഷാംഗങ്ങൾ ഇതിനെ എതിർത്തു. എതിർപ്പ് അവഗണിച്ച് ആ രീതിയിൽ തന്നെ അനുമതി നൽകാനാണ് തീരുമാനമെന്ന സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കും. വ്യവസായ പാർക്കുകളിലെ മദ്യവിതരണത്തിനുള്ള ചട്ടങ്ങളും വൈകാതെ തീരുമാനിക്കും. ടൂറിസം മേഖലകളിൽ ബിയറും വൈനും വിളമ്പാൻ കഴിഞ്ഞ മദ്യനയം പ്രത്യേക ലൈസൻസ് നൽകിയിരുന്നു. പുതിയ മദ്യനയത്തിൽ ടൂറിസം മേഖലകളിൽ കൂടുതൽ ഇളവുകൾക്ക് ശുപാർശയുണ്ടാകും. ബാർ ലൈസൻസ് ഫീസിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. CPM സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതി ലഭിച്ച ശേഷം അടുത്തയാഴ്ച ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ നയം അവതരിപ്പിക്കും. അവിടെ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലാകും അന്തിമ തീരുമാനം. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ബ്രൂവറി വിഷയത്തിൽ എലപ്പുള്ളിയിൽ ഇന്ന് CPM-ന്റെ അവിശ്വാസ പ്രമേയം. ചർച്ചയിൽ നിന്ന് കോൺഗ്രസും BJP-യും വിട്ടുനിൽക്കും. 8 അംഗങ്ങളുടെ മാത്രം പിന്തുണയുള്ള CPM-ന് അവിശ്വാസ പ്രമേയം അനുമതി കിട്ടണമെങ്കിൽ 12 പേരുടെ പിന്തുണ വേണം. അവസാന മണിക്കൂറിലും എതിർചേരിയിലുള്ളവരെ കൂടെ കൂട്ടാൻ ശ്രമിക്കുമെന്നാണ് CPM നിലപാട്. അങ്ങനെയെങ്കിൽ ഏലപ്പുള്ളി മദ്യനിർമ്മാണശാലയ്ക്കുള്ള പ്രാദേശിക തടസ്സം വേഗത്തിൽ മറികടക്കാനാവുമെന്നാണ് CPM-ന്റെ പ്രതീക്ഷ. ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി CPM സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘടനാ ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നു. ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് തയ്യാറാക്കലിന്റെ പ്രാഥമിക നടപടികൾ തുടങ്ങും. റിപ്പോർട്ടിന്റെ കരട് തയ്യാറാക്കി സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കും. സംസ്ഥാന സമിതിയാണ് സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ട് അന്തിമമാക്കുക. പുതിയ മദ്യനയവും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പരിഗണനയ്ക്ക് വന്നേക്കും. അടുത്ത ബുധനാഴ്ച മുന്നണി യോഗം ചേരുന്ന പശ്ചാത്തലത്തിൽ മദ്യനിർമ്മാണശാല, കിഫ്ബി, യൂസഫി തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയ്ക്ക് വരാനിടയുണ്ട്. പാലാ നഗരസഭയിൽ നാടകീയ നീക്കങ്ങൾ. സ്വന്തം പാർട്ടി അംഗത്തെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ കേരള കോൺഗ്രസ് എം. ചെയർമാൻ ഷാജു തുരുത്തൻ രാജിവെച്ചില്ലെങ്കിൽ UDF സ്വതന്ത്രൻ കൊണ്ടുവന്ന അവിശ്വാസത്തെ പിന്തുണയ്ക്കാനാണ് തീരുമാനം. ശ്രീജിത്ത് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, ആദ്യമായല്ല പാലാ നഗരസഭ ഇങ്ങനെ നാടകീയ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത്. പലതവണ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഒരു വെറൈറ്റിയാണ്. സ്വന്തം പാർട്ടിയുടെ അംഗത്തെ പുറത്താക്കാൻ തന്നെയാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ എന്നതാണ് ശ്രദ്ധേയം. എന്താണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസ് എമ്മിനെ, ഷാജുവിനെതിരെ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസ് എമ്മിനെ കൊണ്ടുചെന്ന് എത്തിച്ചത്? ശ്രീജ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞാൽ ചിരിച്ചു പോകുന്ന അല്ലെങ്കിൽ കൗതുകകരമായ ചില സിനിമാറ്റിക്കായ സംഭവങ്ങളാണ് പാലാ നഗരസഭയിൽ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഈ അവസാന വർഷത്തും അത് തന്നെ നടക്കുന്നു. ഷാജു തുരുത്തൻ 1 വർഷം മാത്രമാണ് നൽകിയിരുന്നത് എന്നാണ് കേരള കോൺഗ്രസ് എം പറയുന്നത്. അവസാന 1 വർഷം, ഇനിയുള്ള 1 വർഷം മറ്റൊരു അംഗത്തിനെ ചെയർമാനാക്കാനായിരുന്നു തീരുമാനം. പക്ഷേ ഷാജു തുരുത്തൻ ഒഴിയുന്നില്ല. ഇതിനിടെ ഷാജു തുരുത്തൻ വേറൊരു തന്ത്രപരമായ നീക്കം നടത്തി. UDF-നാകെ 8-9 അംഗങ്ങളേ ഉള്ളൂ, സ്വതന്ത്ര അംഗങ്ങൾ ഉൾപ്പെടെ.
ഈ UDF കൊണ്ട് തന്നെ UDF സ്വതന്ത്രനെ കൊണ്ട് തന്നെ തനിക്കെതിരെ അവിശ്വാസത്തിന് നീക്കം നടത്തി. ഇതാണ് അണിയറയിൽ നടന്നത്. അതായത് ഇപ്പോൾ ഒരു അവിശ്വാസം വരികയും UDFന്റെ അവിശ്വാസം പരാജയപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഷാജു തുരുത്തൻ 6 മാസം കൂടെ തുടരാം. 6 മാസം കഴിഞ്ഞ് അടുത്ത അവിശ്വാസം വരികയുള്ളൂ. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഷാജു തുരുത്തന്റെ നേതൃത്വത്തിൽ തന്നെ ഇങ്ങനൊരു നീക്കം നടത്തിയെന്നാണ് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഇങ്ങനെ ഒരു നീക്കം നടത്തിയെങ്കിൽ പോലും ഷാജു തുരുത്തിനെ മാറ്റണമെന്ന കടുത്ത നിലപാടിലേക്ക് കേരള കോൺഗ്രസ് എം എത്തുന്നു. ഇപ്പോൾ UDF സ്വതന്ത്രൻ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയമാണെങ്കിൽ പോലും അതിനെ പിന്തുണച്ചാണെങ്കിലും ഇന്ന് രാവിലെ 11 മണിക്കകം ഷാജു തുരുത്തൻ രാജിവെച്ചില്ല എങ്കിൽ തങ്ങൾ ഈ അവിശ്വാസത്തെ പിന്തുണയ്ക്കുമെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് എം എത്തിയിരിക്കുന്നത്. CPMനോടും അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്, തങ്ങളുടെ അംഗത്തെ ഈ അവിശ്വാസത്തിലൂടെ പുറത്താക്കണമെന്ന് CPIയോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതായത് 9 അംഗങ്ങൾ കേരള കോൺഗ്രസ് എമ്മിനുണ്ട് ഷാജു തുരുത്തൻ കൂടാതെ, 4 പേർ CPM ഉണ്ട്, ഒരാൾ CPIയും ഉണ്ട്. അങ്ങനെ 14 അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ ഷാജു തുരുത്തനെ പുറത്താക്കാൻ കഴിയുമെന്നാണ് നിലപാട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് എന്ന് കേരള കോൺഗ്രസ് ക്യാമ്പ് വിശേഷിപ്പിക്കുന്ന ഒന്നുകൂടി നടന്നിട്ടുണ്ട്. മിനിയാന്ന് മുതൽ ഷാജു തുരുത്തൻ ആശുപത്രിയിലാണ്. അദ്ദേഹത്തിന് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. പക്ഷേ എതിർചേരി രഹസ്യമായി സമ്മതിക്കുന്നത് അത് ഈ അവിശ്വാസത്തിന് ഈ നീക്കങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള നാടകത്തിന്റെ ഭാഗം എന്ന നിലയിലൊക്കെ പറയുന്നവരുണ്ട്. എന്തായാലും ഇതൊന്നും പരസ്യ പ്രതികരണമല്ല, ഈ ക്യാമ്പിനുള്ളിൽ നടക്കുന്ന ചർച്ചകളുടെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് ഷാജു തുരുത്തൻ സ്വയം രാജിവെച്ചില്ലെങ്കിൽ കേരള കോൺഗ്രസ് എം UDF സ്വതന്ത്രം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് ഷാജു തുരുത്തനെ പുറത്താക്കുന്ന നിലയിലേക്ക് എത്തും. ഇപ്പോഴും ചർച്ച നടക്കുന്നുണ്ട്, ആശുപത്രിയിലും ഒക്കെ ആയിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഷാജു തുരുത്തൻ അവസാന നിമിഷം 11 മണിക്ക് മുമ്പെങ്കിലും രാജിവെക്കുമെന്ന പ്രതീക്ഷയാണ് കേരള കോൺഗ്രസ് എമ്മിനും ഇടതുമുന്നണിക്കും ഉള്ളത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. പാലാ നഗരസഭയിൽ നാടകീയതകൾക്ക് ഒരു കാലത്തും കുറവുണ്ടായിരുന്നില്ല. അത് പുതിയ പുതിയ നാടകീയ സംഭവങ്ങളിലേക്ക് പോവുക എന്നതാണ് പാലായുടെ ഒരു സ്വഭാവം. ഇന്നും അത്തരത്തിലൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. മറ്റു വാർത്തകളിലേക്ക്. കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ മരണത്തിൽ തൊഴിൽ പീഡനം നടന്നതായി മൊഴി. ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ജോളി തൊഴിൽ പീഡനം നേരിട്ടിട്ടുണ്ട് എന്ന് സഹപ്രവർത്തകർ മൊഴി നൽകി. 3 സഹപ്രവർത്തകരാണ് ജോളി മധു ഇക്കാര്യം തങ്ങളോട് പറഞ്ഞു എന്ന് ആഭ്യന്തര കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയത്. ആഭ്യന്തര കമ്മിറ്റിയുടെ തെളിവെടുപ്പ് ഇന്നും തുടരും. ഡാനി പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, ഗുരുതരമായ ആരോപണങ്ങളാണ് ജോളിയും കുടുംബവും ഉന്നയിച്ചത്. അത് നേരത്തെ തന്നെ ആ ആരോപണങ്ങൾ ജോളി ഉന്നയിച്ചിരുന്നു, പക്ഷേ അത് പരിഗണിക്കപ്പെട്ടില്ല. ഒരു പക്ഷേ അത് പരിഗണിക്കപ്പെട്ടിരുന്നെങ്കിൽ അവർ ഇപ്പോഴും ജീവനോടെ ഉണ്ടാകും എന്നതാണ് കുടുംബം പറയുന്നത്. അത് സാധൂകരിക്കുന്നതാണോ ഈ സഹപ്രവർത്തകരുടെ മൊഴി? ശ്രീജ, തീർച്ചയായും അത് സാധൂകരിക്കുന്നത് തന്നെയാണ്. കാരണം 3 സഹപ്രവർത്തകർ നൽകിയിരിക്കുന്ന മൊഴിയിൽ വളരെ വ്യക്തമായി പറയുന്നത് ഇവർക്ക് നേരിടേണ്ട, ജോളി മധുവിന് നേരിടേണ്ടി വരുന്ന വൈഷമ്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് അവരൊരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ക്യാൻസർ അതിജീവിത കൂടിയാണ് അവർ. ഈ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ അവർക്കുണ്ടായിരുന്നു. ആ സമയത്താണ് ഇവർക്ക് ഇങ്ങനെ സ്ഥലം മാറ്റം നൽകുന്നത്. അത് വിദൂരദേശത്തേക്ക് സ്ഥലം മാറ്റം മറ്റ് സംസ്ഥാനങ്ങളിലേക്കെല്ലാം തന്നെ നൽകുന്നതും ഈ ഒരു ഘട്ടത്തിലാണ്. ഈ ബുദ്ധിമുട്ടുകൾ അവർ പറഞ്ഞിരുന്നു. അവർ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. അതുമാത്രവുമല്ല, അവർ വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് അവർക്ക് ഏൽക്കേണ്ടി വന്നിരിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളും വലുതായിരുന്നു. ഇതെല്ലാം അവരുടെ സഹപ്രവർത്തകർക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങളാണ്. അത്തരം ഇവരുടെ ഈ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്ന സാഹചര്യവും അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ കയർ ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന സാമ്പത്തികമായ ക്രമക്കേടുകൾ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ഈ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നത്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് സവിസ്തരം ഈ 3 സഹപ്രവർത്തകർ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതാണ്. 3 അംഗ സമിതിയാണ് MSME മന്ത്രാലയം നിയോഗിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിയായ കാര്യങ്ങൾ ഉയർന്നു വന്ന ആരോപണങ്ങളെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ തന്നെ സമിതി തെളിവെടുക്കുകയാണ്. അവർ കഴിഞ്ഞ ദിവസമാണ് അവിടേക്ക് എത്തിയത്. കയർ ബോർഡ് DDGയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്, ഉയർന്ന ഉദ്യോഗസ്ഥരാണ് വന്നിട്ടുള്ളത്. ഏതായാലും ഈ സംഘത്തെക്കുറിച്ച് പക്ഷേ ജോളി മധുവിൻ്റെ കുടുംബം പറയുന്നത് ഒരു ഉദ്യോഗസ്ഥതല സംഘം മാത്രമാണ്. അവർക്ക് ഒരു വലിയ രീതിയിലൊരു നടപടികൾ എടുക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ചെയർമാൻ അടക്കമുള്ളവർക്കെതിരെയാണ് തങ്ങളുടെ പരാതി. അതുകൊണ്ട് ഇവർക്ക് എന്ത് നടപടിയെടുക്കാൻ സാധിക്കുമെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ അതെന്തായാലും ഇപ്പോൾ സമിതിയുടെ ഭാഗത്തു നിന്നുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇന്നലെ ഒരു ഭാഗം ജീവനക്കാരെ കണ്ടിരുന്നു. ഇന്നും അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്.
ഒപ്പം കയർ ബോർഡിൽ ഇത് മാത്രവുമല്ല വേറെയും വിഷയങ്ങൾ ഉയർന്നിട്ടുണ്ട്. കയർ ബോർഡ് ജീവനക്കാർക്കെതിരെ പ്രതികാര നടപടികൾ പലരും സ്വീകരിക്കുന്നു എന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും ഈ ജീവനക്കാർ ഇവരോട് പരാതി പറയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം, നേരത്തെ ഉണ്ടായിരുന്ന CB സുനിൽകുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് അദ്ദേഹവും പക്ഷാഘാതം പിടിപെട്ട അദ്ദേഹം ചികിത്സയിലാണ്. അദ്ദേഹത്തിന് 2 സ്ഥലമാറ്റ ഉത്തരവുകൾ നൽകിയത്, ഒന്ന് ഒഡീഷയിലേക്കും മറ്റൊന്ന് കൊൽക്കത്തയിലേക്കുമാണ് സ്ഥലമാറ്റ ഉത്തരവ് നൽകിയത്. അദ്ദേഹവും ഇതേപോലെ തന്നെ ഇവരുടെ ഒരു പീഡനത്തിൻ്റെ ഒരു ബലിയാടാണ് അദ്ദേഹം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം അവർക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഈ സുനിൽകുമാറിൻ്റെ കേസിൽ അദ്ദേഹത്തിന് ശമ്പളമടക്കം തടഞ്ഞു വയ്ക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇത് വാർത്തയായതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതെല്ലാം വെളിപ്പെടുത്തിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഈ ശമ്പളം അനുവദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഈ ലീവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ കൂടി ശമ്പളം തടഞ്ഞു വെച്ച് ശമ്പളം നൽകാനുള്ളൊരു ഉത്തരവടക്കമുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ കയർ ബോർഡ് സംബന്ധിയായി ജീവനക്കാർക്കിടയിലുണ്ട്. അവരെ പീഡിപ്പിക്കുകയാണ് എന്ന് അവർക്ക് നിസ്സംശയം തോന്നുന്ന, അവർക്ക് ബോധ്യമാകുന്ന കാര്യങ്ങൾ, ഒപ്പം അത്തരം കാര്യങ്ങൾ അവരെ തെളിവ് അടക്കം ഇവർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് MSME മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ജീവനക്കാരുടെ തെളിവെടുപ്പ്, അവരോടുള്ള മൊഴി ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ തുടരുകയാണ്. ഇതിനുശേഷം വിശദമായ രീതിയിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കും. അതിൽ വന്നിരിക്കുന്ന ഗുരുതര പരാമർശങ്ങൾ ഉയർന്ന ഉദ്യോഗസ്ഥരും ചെയർമാനുമെതിരെയൊക്കെയാണെങ്കിൽ ഇനി അത് ഏത് രീതിയിലാണ് ഒരു നടപടികളിലേക്കടക്കം കടക്കുക എന്നാണ് അറിയേണ്ടത്. എന്തായാലും ദേശീയ തലത്തിൽ തന്നെ ഇത് ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഈ വിഷയങ്ങൾ ശ്രദ്ധ നേടിയിട്ടുണ്ട്. പാർലമെൻറ്റ് അംഗങ്ങൾ വരെ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ളവർ ഇത് ചർച്ച ചെയ്യണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുകയടക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളിൽ അടിയന്തരമായ ഒരു ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവിലും പ്രതീക്ഷിക്കുന്നത്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. 4 മാസങ്ങൾക്ക് മുൻപ് മരിച്ച അച്ഛന് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനാകാതെ വിഷമിക്കുകയാണ് ജവാനായ മകൻ. DNA പരിശോധന പൂർത്തിയാക്കി മൃതദേഹം വിട്ടുകിട്ടാത്തതാണ് കാരണം. കഴിഞ്ഞ സെപ്റ്റംബറിൽ കാണാതാവുകയും പിന്നീട് വിഴിഞ്ഞത്ത് അഴുക്കുചാലിൽ നിന്ന് അസ്ഥികൂടം കണ്ടെടുക്കുകയും ചെയ്ത കൃഷ്ണൻകുട്ടിയുടെ കുടുംബത്തിനാണ് ഈ അവസ്ഥ. കഴിഞ്ഞ ഓഗസ്റ്റ് 29-നാണ് കോട്ടുകാൽ പുന്നക്കുളം സ്വദേശി കൃഷ്ണൻകുട്ടിയെ കാണാതായത്. വീട്ടുകാരുടെ പരാതിയിൽ വിഴിഞ്ഞം പോലീസ് അന്വേഷണം തുടങ്ങി. ഒക്ടോബർ 26-ന് പുന്നക്കുളം ചന്തയ്ക്കു സമീപം ഇടത്തോടിന്റെ കരയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ തലയോട്ടിയും അസ്ഥികൂടവും കണ്ടെത്തി. സമീപത്തു നിന്ന് ആധാർ കാർഡ് ലഭിച്ചതോടെയാണ് അത് കൃഷ്ണൻകുട്ടിയുടെ മൃതദേഹമാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത്. പോസ്റ്റ്മോർട്ടത്തിനും DNA പരിശോധിക്കുന്നതിനുമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ മാറ്റി. 4 മാസം കഴിഞ്ഞിട്ടും DNA പരിശോധന നടന്നിട്ടില്ലെന്ന മറുപടിയാണ് പോലീസ് ബന്ധുക്കൾക്ക് നൽകുന്നത്. ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യത്തിലാണ് കൃഷ്ണൻകുട്ടിയുടെ മകൻ അജി ജോലി ചെയ്യുന്നത്. അന്ത്യകർമ്മങ്ങൾ ചെയ്യാനായി മൃതദേഹം വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. 4 മാസമായി ഇതുവരേക്കും നമുക്ക് സ്കെൽട്ടൺ ബോഡി നമുക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല. പോലീസ് പറയുന്ന വിശദീകരണം എന്തെന്നാൽ DNA പരിശോധിച്ച് അതിൻ്റെ ഫലം വന്നാൽ മാത്രമേ അവർ ബോഡി വിട്ടുതരികയുള്ളൂ എന്നാണ് പറയുന്നത്. എൻ്റെ റിക്വസ്റ്റ് ഇതാണ്, എത്രയും പെട്ടെന്ന് ഈ DNA ടെസ്റ്റ് നടത്തി അതിൻ്റെ ഒരു ബലം എത്രയും പെട്ടെന്ന് വേണമെന്നാണ്. ഇതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്യാമായിരുന്നു. കാരണം ഞാനിപ്പോൾ എൻ്റെ ഒരു കുടുംബവും വളരെയധികം ഒരു മാനസിക സമ്മർദ്ദത്തിലാണ് കഴിഞ്ഞു പോകുന്നത്. വിശ്വാസപ്രകാരമുള്ള അന്ത്യകർമ്മങ്ങൾ ചെയ്യാനാണ് ഈ മകൻ കാത്തിരിക്കുന്നത്. എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കി അച്ഛൻ്റെ ശരീരാവശിഷ്ടങ്ങൾ വിട്ടുകിട്ടണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് വടകരയിൽ 9 വയസ്സുകാരിയായ ദൃഷാനയെ വാഹനമിടിച്ച് അബോധാവസ്ഥയിലാക്കിയ സംഭവത്തിൽ പ്രതി ഷജിലിനെതിരായ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും. വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. വ്യാജരേഖ ചമച്ച് ഇൻഷുറൻസ് തുക തട്ടിയെടുത്ത കേസിൽ അടുത്തയാഴ്ചയാകും കുറ്റപത്രം നൽകുക. 2 കേസിലും ഷജിലിന് ജാമ്യം ലഭിച്ചിരുന്നു. ആംബുലൻസുകൾക്ക് ഇനി തോന്നും പോലെ നിരക്ക് ഈടാക്കാൻ കഴിയില്ല. ആംബുലൻസ് സർവീസുകളുടെ തീവെട്ടിക്കൊള്ള തടയാൻ നടപടിയുമായി സർക്കാർ രംഗത്തെത്തുകയാണ്. ആംബുലൻസുകൾക്ക് ഏകീകൃത നിരക്ക് നിശ്ചയിച്ച് വിജ്ഞാപനമായി. മൊബൈൽ ഐസിയു സംവിധാനമുള്ള D ലെവൽ ആംബുലൻസിന് മിനിമം ചാർജ്, അതായത് 20 കിലോമീറ്റർ വരെ 3000 രൂപയായിരുന്നു ഈടാക്കിയിരുന്നത്. പുതുക്കിയ വിജ്ഞാപന പ്രകാരം ഇത് 2500 രൂപയായി കുറയും.
പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും 50 രൂപ വീതം അധികമായി നൽകണം. 1 മണിക്കൂറിന് ശേഷമുള്ള ഓരോ മണിക്കൂറിനും 350 രൂപ വീതം വെയിറ്റിംഗ് ചാർജായും നൽകേണ്ടി വരും. സീ ലെവൽ AC ട്രാവലറുകൾക്ക് നിലവിലെ നിരക്കായ 1500 രൂപ തന്നെ തുടരും. മിനിമം കിലോമീറ്ററിന് ശേഷം 40 രൂപ വീതം അധികമായി നൽകേണ്ടി വരും. 200 രൂപയാണ് വെയിറ്റിംഗ് ചാർജ്. ബി ലെവൽ നോൺ AC ട്രാവലറുകൾക്ക് നിലവിലെ 1200 രൂപ 1000 രൂപയായും കുറയും. 30 രൂപയാകും അധികമായി ഓടുന്ന കിലോമീറ്ററിന് നൽകേണ്ടി വരിക. വെയിറ്റിംഗ് ചാർജ് ആകട്ടെ 200 രൂപയും. 20 കിലോമീറ്ററിന് 900 രൂപ നിലവിലുണ്ടായിരുന്ന A ലെവൽ AC ആംബുലൻസുകൾക്ക് 800 രൂപയാകും ഇനി ഈടാക്കുക. ഓക്സിജൻ സഹായം ഉറപ്പുവരുത്തുന്നതിന് മണിക്കൂറിന് 200 രൂപയും നൽകേണ്ടി വരും. 25 രൂപയാകും അധിക കിലോമീറ്ററിന് നൽകേണ്ടി വരിക. വെയിറ്റിംഗ് ചാർജ് ഓരോ അധിക മണിക്കൂറിനും 200 രൂപയും. നോൺ AC മിനി ആംബുലൻസുകളുടെ നിരക്ക് നിലവിലെ 700 രൂപയിൽ നിന്ന് 600 രൂപയായും പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അധിക കിലോമീറ്ററിന് 20 രൂപയാകും നൽകേണ്ടി വരിക. 150 രൂപയാണ് വെയിറ്റിംഗ് ചാർജ്. അതേസമയം സർക്കാർ തീരുമാനത്തോട് ആംബുലൻസ് ഉടമകളുടെ പ്രതികരണം ഇങ്ങനെ: 10 കിലോമീറ്റർ അങ്ങോട്ട് പോകുന്ന ആ രീതിയിൽ തന്നെ തിരിച്ചു വരുന്ന കിലോമീറ്റർ ചേർത്താണ് 2500 രൂപ പറഞ്ഞിരിക്കുന്നത്. അതിലുപരി ഗവൺമെൻറ് നമ്മളോട് മുന്നോട്ട് വെച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ റിഡക്ഷൻ നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 കിലോമീറ്റർ ചുറ്റളവിൽ ഓടുന്ന ഓട്ടങ്ങളിൽ റിഡക്ഷൻ നൽകാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും അധികം ഓടുന്ന കിലോമീറ്ററുകളിൽ പെർ കിലോമീറ്റർ ആംബുലൻസിന് 50 രൂപയാണ് IC ആംബുലൻസ് പറഞ്ഞിട്ടുള്ളത്. അത് അപ്പ് ആൻഡ് ഡൗൺ ആകുമ്പോൾ അത് 100 രൂപയായി വരും. എന്നാൽ മന്ത്രിയുടെയും മറ്റുമൊക്കെ ഗവൺമെൻറ്റേയും മറ്റുമൊക്കെ അഭ്യർത്ഥന പ്രകാരം അതിൽ നിന്ന് 20% കുറച്ചു കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഏകീകൃത നിരക്ക് നിർണ്ണയം മുമ്പേ നടപ്പാക്കേണ്ടതായിരുന്നു എന്ന നിലപാടിലാണ് ആശുപത്രികളിലെത്തുന്ന സാധാരണക്കാർ. ഇപ്പോൾ ICU ആംബുലൻസിന് ഏറ്റവും കുറഞ്ഞ നിരക്ക് 2500 സർക്കാർ പറഞ്ഞിട്ടുള്ളത്. വളരെ നല്ല ഒരു തീരുമാനമാണ്. പക്ഷേ സ്വകാര്യ മേഖലയിൽ ആംബുലൻസുകൾ 7000, 8000 രൂപ വരെ വാങ്ങിയിട്ടുണ്ട്. അതേസമയം നമ്മുടെ പാവപ്പെട്ട ഈ ലോക്കലായി ഓടുന്നവർ 3000 രൂപ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിലും കുറച്ചാണ് ഇപ്പോൾ സർക്കാർ ചെയ്തിരിക്കുന്നത്. അപ്പം പൂർണ്ണമായും സർക്കാരിന്റെ പ്രത്യേകിച്ചും ട്രാൻസ്പോർട്ട് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണമുള്ള ഈ തീരുമാനത്തെ സാധാരണ ജനങ്ങളും രോഗികളും ആംബുലൻസ് ഡ്രൈവർമാരും അത് സ്വാഗതം ചെയ്യാണ്. അവരുമായിട്ട് ചർച്ച നടത്തിയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അവരും അത് പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. BPL വിഭാഗക്കാരായ രോഗികളുമായി പോകുമ്പോൾ D ലെവൽ ICU ആംബുലൻസുകളുടെ വാടക നിരക്കിൽ 20% തുക കുറച്ചേ ഈടാക്കാവൂ എന്നും ഉത്തരവിൽ പരാമർശമുണ്ട്. സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് വിജ്ഞാപനം നടപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ആദ്യമായാണ് ആംബുലൻസ് നിരക്കിൽ സർക്കാർ ഇടപെടലുണ്ടാകുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. NCP സംസ്ഥാന അധ്യക്ഷനാകാൻ തയ്യാറെടുത്ത തോമസ് കെ തോമസ് ഇന്ന് മുംബൈയിലെത്തി ദേശീയ നേതൃത്വത്തെ കാണും. തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്നാവശ്യപ്പെട്ട് AK ശശീന്ദ്രൻ ശരത് പവാറിന് മെയിൽ സന്ദേശം അയച്ചിരുന്നു. ഇന്ന് രാവിലെ AK ശശീന്ദ്രൻ മാധ്യമങ്ങൾ കണ്ടപ്പോൾ താൻ തൽക്കാലം മുംബൈയിലേക്ക് പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിനിടെ PC ചാക്കോ വേദനിച്ചാണ് രാജി സമർപ്പിച്ചതെന്ന് NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM സുരേഷ് ബാബു ന്യൂസ് 18നോട്. ദേശീയ പാർട്ടിക്കൊത്ത നിലയിലേക്ക് സംസ്ഥാന ഘടകത്തെ ഉയർത്താനായിരുന്നു ചാക്കോയുടെ ശ്രമം. എന്നാൽ സംസ്ഥാന ഘടകത്തിലെ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. പാർട്ടി നേതൃത്വത്തിലേക്ക് തന്റെ പേര് പരിഗണിക്കുന്നതിനെക്കുറിച്ച് അറിയില്ലെന്നും PM സുരേഷ് ബാബു ന്യൂസ് 18നോട് പറഞ്ഞു. ഇവിടുന്ന് വേണ്ടതുപോലെയുള്ള ഒരു സഹകരണം എല്ലാ ഭാഗത്തൊന്നും കിട്ടുന്നില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായപ്പോൾ വേദനയോടുകൂടി അദ്ദേഹം ഈ സ്ഥാനം രാജിവെച്ച് പോയി. ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നത് ഇവിടത്തേത് നോക്കുക, അവിടെയും നോക്കുക എന്നുള്ളതാണ്. അതിന് അദ്ദേഹം വഴങ്ങിയിരുന്നു ആദ്യം. പിന്നീട് അദ്ദേഹം തോന്നിയപ്പോൾ ഇവിടുത്തെ മുഴുവൻ ആളുകളുടെയും സഹകരണം ലഭിക്കുന്നില്ല എന്ന് വന്നപ്പോൾ അദ്ദേഹം അങ്ങോട്ട് ഇത് ഒഴിയുക എന്ന തീരുമാനമെടുത്തു. ആ എല്ലാവരുടെയും സഹകരണമില്ലായ്മയാണ്. തീരെ ഒട്ടും സഹകരണമില്ലായ്മയൊന്നുമില്ല, ചിലരുടെയൊക്കെ സഹകരണമില്ലായ്മയാണ് അതിനകത്തുള്ള ഒരു രാജിക്ക് കാരണമെന്നാണ് ഞങ്ങൾക്ക് ബോധ്യമാവുന്നതിൽ തോന്നുന്നത്. ഇത്രയും കാലം വളരെ ക്രിയാത്മകമായി പാർട്ടിയെ നയിച്ച ഒരു നേതാവ് തൽസ്ഥാനം ഒഴിയുമ്പോൾ ഉണ്ടാകുന്ന പാർട്ടി പ്രവർത്തകർക്കുണ്ടാകുന്ന ഒരു ഷോക്ക് ഉണ്ടല്ലോ, അത് മാത്രമാണ് ഇപ്പോൾ കാണുന്നൊരവസ്ഥ. ആ ഷോക്കിൽ നിന്ന് മുക്തമാകുന്നതോടുകൂടി പാർട്ടി ഒരുമിച്ച് പോകും. ശ്രീ PC ചാക്കോയുടെയും കൂടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും സംഘടന മുന്നോട്ട് ചലിക്കുക.
അതേസമയം NCP അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച് ചർച്ചയ്ക്കായി വിളിച്ചാൽ താൻ മുംബൈയിലേക്ക് പോകുമെന്ന് AK ശശീന്ദ്രൻ. സംഘടനാ കാര്യങ്ങൾ നേതൃത്വം തീരുമാനിക്കുമെന്നും ശശീന്ദ്രൻ പറഞ്ഞു. ഞാനേതായാലും ഇന്ന് പോകുന്നില്ല, അത്ര എനിക്കറിയണം. ശരി, അല്ല അതൊക്കെ സംഘടനാപരമായ നടപടികളല്ല, അതെന്റെ വഴിക്കാണ്. അതൊക്കെ നോക്കാനിവിടെ സംഘടനാ മെഷീനറി ഉണ്ടല്ലോ, അത് ഞാൻ നോക്കണല്ലോ. മന്ത്രി ഇതിനാണ് അതിനകത്തൊക്കെ ഇടപെടാൻ തോന്നുന്നു. മുംബൈയിലേക്ക് പോകുമല്ലോ അല്ലേ? അല്ല അതറിയില്ല. മുംബൈയിലേക്ക് പോകാൻ മുംബൈയിൽ വിളിച്ച് മീറ്റിംഗ് വിളിച്ചാൽ പോകാൻ പറ്റുമോ? അത് അല്ല അതറിയില്ല എനിക്ക്. ഞാനേതായാലും ഇന്നും മുംബൈയിലേക്ക് പോകുന്നില്ല. കാരണം ഇന്ന് ഞാൻ ഇവിടുത്തെ കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നാളെ രാവിലെ കൊയിലാണ്ടിയിൽ പോകണമെന്നാണ് വിചാരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. മ്യൂച്വൽ ഫണ്ട് മോദി സിനിമാ മേഖലയിൽ വലിയ തർക്കങ്ങൾ നടക്കുന്ന സമയമാണ്. സിനിമാ സമരത്തിൽ പക്ഷേ സുരേഷ് കുമാറിനെ അനുകൂലിച്ച് നിർമ്മാതാക്കളുടെ സംഘടന ഇപ്പോൾ രംഗത്തെത്തുകയാണ്. സുരേഷ് കുമാറിനെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ല, പിന്തുണച്ച് സംഘടന ഇന്ന് വാർത്താക്കുറിപ്പിറക്കും. കഴിഞ്ഞ ദിവസം സുരേഷ് കുമാറിനെ രൂക്ഷമായി വിമർശിച്ച ആന്റണി പെരുമ്പാവൂരിനെ നേരിൽ കാണാനും നിർമ്മാതാക്കളുടെ സംഘടന ശ്രമിക്കുന്നുണ്ട്. MS ഹരികൃഷ്ണൻ വിവരങ്ങളുമായി. ഹരി, വലിയ രീതിയിലുള്ള ഒരു തർക്കത്തിലേക്ക്, പ്രത്യേകിച്ച് താരങ്ങൾ സിനിമ നിർമ്മിക്കേണ്ട എന്നതായിരുന്നു അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അത് ഏറ്റവും കൂടുതൽ കൊള്ളുന്നത് സ്വാഭാവികമായും എമ്പുരാന്റെ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂരിനാണ്. അതൊക്കെയാണ് അതിൻ്റെ ഒരു അടിയിൽ നടക്കുന്ന കാര്യങ്ങളെങ്കിലും പ്രധാനമായി നിർമ്മാതാക്കളുടെ സംഘടന ഒരു പിളർപ്പായിരുന്നു സംഭവിച്ചത്. അതെങ്ങനെ പരിഹരിക്കാനാണ് ഇപ്പോൾ മുതിർന്ന നിർമ്മാതാക്കളൊക്കെ ശ്രമിക്കുന്നത്? കൃത്യമായി പറയുകയാണെങ്കിൽ നിർമ്മാതാക്കളുടെ സംഘടന ഒരു വലിയ ഭിന്നതയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാറിനെ പ്രത്യക്ഷമായി തന്നെ വിമർശിച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ അതിവേഗമാണ് രംഗത്തെത്തിയത്. പൃഥ്വിരാജ് കുമാറിന് ഉൾപ്പെടെയുള്ള താരങ്ങൾ ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. എന്നാൽ ഇത് കൃത്യമായി തന്നെ എല്ലാ താരങ്ങളും ആന്റണി പെരുമ്പാവൂരിനെ അനുകൂലിച്ച് രംഗത്തെത്തിയപ്പോൾ സുരേഷ് കുമാർ പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ ആരുമായി ചർച്ച ചെയ്യാത്തതാണെന്നും അങ്ങനെ ഒരു രീതിയിലേക്ക് ഒരു വ്യാഖ്യാനത്തിലേക്ക് കാര്യങ്ങൾ മാറിയതുകൊണ്ടാണ് നിർമ്മാതാക്കളുടെ സംഘടന ഇന്ന് പറയുന്നത് ഞങ്ങൾ ഒറ്റപ്പെടുത്തില്ല, സുരേഷ് കുമാറിനൊപ്പം തന്നെ നിൽക്കും. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താക്കുറിപ്പ് ഉടൻ തന്നെ പുറത്തിറക്കുമെന്ന് നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നത്. എന്തായാലും നിർമ്മാതാക്കളുടെ സംഘടന സുരേഷ് കുമാറിനെ അനുകൂലിക്കുമ്പോൾ താരങ്ങളെല്ലാവരും ആന്റണി പെരുമ്പാവൂരിനെ അനുകൂലിക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. അങ്ങനെ സിനിമാ മേഖല രണ്ട് ചേരിയായി മാറുന്ന ഒരു കാഴ്ചയിലേക്കാണ് നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളുടെ സംഘടന സെക്രട്ടറിയായ B രാകേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഒരു കാര്യം, സുരേഷ് കുമാർ വെറുതെ പറഞ്ഞതല്ല, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനമാണത്. ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ളവർ സാധാരണയായി മീറ്റിംഗിൽ പങ്കെടുക്കാറില്ല, അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളിൽ നടക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച് ആന്റണി പെരുമ്പാവൂരിന് അറിയില്ല എന്നുള്ളത് സുരേഷ് കുമാറും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഒരു കാര്യവും കൂടിയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നടക്കുന്ന കാര്യങ്ങൾ പല നിർമ്മാതാക്കളും അറിയുന്നില്ല എന്നുള്ളൊരു വസ്തുത നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ പത്രസമ്മേളനത്തിൽ വിളിച്ചതിന് ശേഷം സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ താൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, എല്ലാവരും കൂട്ടായി എടുത്ത തീരുമാനമാണ് എന്നുള്ളത് നിർമ്മാതാക്കളും വ്യക്തമാക്കുന്നുണ്ട്. അതേ ഘട്ടത്തിലാണ് താരങ്ങളെല്ലാവരും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബേസിൽ ജോസഫും അപർണ ബാലമുരളിയും ഉൾപ്പെടെയുള്ളവർ ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റിന് അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വലിയ ഭിന്നിപ്പാണ്, വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് മലയാള സിനിമാ മേഖലയിൽ നടക്കുന്നത്. അത് വലിയൊരു ഭിന്നതയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ആരുടെ ഭാഗത്താണ് ന്യായം എന്നത് സംബന്ധിച്ചും കൃത്യമായ വ്യക്തതയില്ല. മാത്രമല്ല ആന്റണി പെരുമ്പാവൂർ കഴിഞ്ഞ ദിവസം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എമ്പുരാന്റെ ബഡ്ജറ്റ് സുരേഷ് കുമാറിനോട് ആരാണ് പറഞ്ഞത്? 141 കോടി രൂപ എന്ന് പത്രസമ്മേളനത്തിൽ സുരേഷ് കുമാർ പറയുമ്പോൾ അങ്ങനെ കൃത്യമായ ഒരു കണക്ക് നിർമ്മാതാവായ താൻ പോലും പറയാത്ത ആ കണക്ക് എങ്ങനെ സുരേഷ് കുമാറിന് കിട്ടി എന്നുള്ളതും ആന്റണി പെരുമ്പാവൂർ ചോദിച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതോടൊപ്പം തന്നെ ഒരൊറ്റ മാസത്തെ കണക്ക് 110 കോടി രൂപയുടെ നഷ്ടം കഴിഞ്ഞ ജനുവരി മാസത്തിൽ മലയാള സിനിമയ്ക്ക് ഉണ്ടായി എന്നുള്ള നഷ്ടം സുരേഷ് കുമാർ പറയുമ്പോൾ അതിന് മുന്നേ 2024-ലും 2023-ലും ഒക്കെ തന്നെ മറ്റുള്ള ഇൻഡസ്ട്രികൾ എല്ലാവരും മലയാള സിനിമാ ഇൻഡസ്ട്രിയെ നോക്കി നിൽക്കുന്ന പല സിനിമകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും പറയുകയും ചെയ്തു. അതൊന്നും കാണാതെ മനഃപൂർവ്വമായി ഇൻഡസ്ട്രിയെ തന്നെ താഴ്ത്തുന്ന രീതിയിലേക്ക് സുരേഷ് കുമാറിന്റെ ഈ ഒരു പ്രസ്താവന എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ആന്റണി പെരുമ്പാവൂരിന്റെ ഒരു ചോദ്യം പ്രധാനമായും ഉന്നയിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തെ സുരേഷ് കുമാർ ഉന്നയിച്ച പല കാര്യങ്ങളും കൃത്യമായി അക്കമിട്ടുകൊണ്ടാണ് ആന്റണി പെരുമ്പാവൂരിന്റെ ഈ പോസ്റ്റ്. അതിനെ അനുകൂലിച്ചുകൊണ്ടാണ് പല താരങ്ങളും രംഗത്തെത്തിയത്. എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്നുള്ളതായിരുന്നു പൃഥ്വിരാജ് അത് പങ്കുവച്ചിട്ട് നൽകിയ ക്യാപ്ഷൻ. അതോടൊപ്പം തന്നെ ചെമ്പൻ വിനോദ് ആയിക്കോട്ടെ, ഉണ്ണി മുകുന്ദൻ, അജു വർഗീസ്, രമേശ് പിഷാരടി, അങ്ങനെ പല താരങ്ങളും ഉൾപ്പെടെ ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റ് രംഗത്തെത്തിയപ്പോൾ ജനങ്ങൾക്കിടയിൽ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ വാചകത്തിലേക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നു. സുരേഷ് കുമാർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയിലേക്ക് സാഹചര്യത്തിലാണ് സുരേഷ് കുമാറിനെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ല എന്ന മുതിർന്ന നിർമ്മാതാക്കളുടെ പ്രസ്താവന. ഇനി
ഏത് രീതിയിലാണ് ഇപ്പോഴത്തെ ഈ ഒരു കലങ്ങി മറിഞ്ഞ അവസ്ഥയെ അവർ പരിഹരിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം നഴ്സിംഗ് കോളേജിലെ അതിക്രൂര റാഗിങ്ങിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പോലീസ്. നിലവിൽ 5 പേർ മാത്രമാണ് പ്രതികളെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. വിവരങ്ങളുമായി ശ്രീജിത്ത്, കൂടുതൽ പേർക്ക് പങ്കുണ്ടോ? പ്രത്യേകിച്ച് ഇക്കാര്യം അറിഞ്ഞിട്ട് ആരെങ്കിലും പറയാത്തതാണോ? ഇതൊക്കെ അറിയേണ്ടതുണ്ട്. ഈ പരിശോധന ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക? പ്രത്യേകിച്ച് ഇന്നലെ ഈ മറ്റ് ആകെയുള്ള 6 കുട്ടികളാണ് ഇരയായവരായി പറയുന്നത്. ഈ മുഴുവൻ ആളുകളുടെയും ബാക്കി 5 പേരുടെയും മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം പരിശോധിച്ച് തുടർ നടപടിയിലേക്ക് കടക്കാനാണ് തീരുമാനം. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഉൾപ്പെടെ മൊഴി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ആർക്കെങ്കിലും എതിരെ പരാതി ഉണ്ടോ എന്ന് തന്നെയാണ്. നേരിട്ട് മൊഴി വേണം, അല്ലാതെ മറ്റൊന്നും നടക്കൂല. അതിനപ്പുറത്തേക്ക് ഈ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാകുമ്പോൾ എന്തെങ്കിലും ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തതുണ്ടോ, ഇതൊക്കെ പരിശോധിക്കാനുള്ള ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട്. സ്വാഭാവികമായ അന്വേഷണത്തിന്റെ ഭാഗമാണ്. കാരണം പല സംശയങ്ങളും ഉണ്ട്. ഈ 3 മാസത്തോളം ഇതിങ്ങനെ നടന്നിട്ടും ആരോടും പറയാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന കാര്യം അടക്കം പരിശോധിക്കുന്നുണ്ട്. ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് ഒരു തുടർ നടപടിയിലേക്ക് കടക്കാൻ. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം നഴ്സിംഗ് കോളേജിലെ അതിക്രൂര റാഗിങ്ങിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന പരിശോധനയാണ് നടക്കുക. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളുടെ കൂടുതൽ വിശകലനങ്ങളിലേക്ക് കടക്കുകയാണ് നമ്മൾ. പ്രത്യേകിച്ച് ഇനിയും വേണോ ഈ ആനപ്രേമം നമുക്ക് എന്നതൊക്കെ നമ്മൾ ഇനി ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു. അത് ആലോചിക്കേണ്ട സമയം എപ്പോഴേ അതിക്രമിച്ചിരിക്കുന്നു. ഇന്നലെ 3 ജീവനുകൾ കൂടി നഷ്ടമായിരിക്കുകയാണ്. വിശദമായി ഈ ദിവസത്തെ എല്ലാ വാർത്തകളിലേക്കും കടക്കും ന്യൂസ് ടെൻസ്. അപർണ കുറുപ്പ് ചേരും ഇടവേളയ്ക്ക് ശേഷം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. മോദി ട്രംപ്